ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കണ നിങ്ങൾ ഡെയിലി ഉള്ള പോർഷൻ ഏതെങ്കിലും ബുക്കിലൊക്കെ ഒന്ന് നോക്കി ക്യൂരിയോസിറ്റി കൊണ്ട് അതൊക്കെ നോക്കി വെക്കും. മാം പഠിപ്പിക്കുന്നത് ശരിയാണോ അതോ മാം തെറ്റാണോ പറഞ്ഞു തരുന്നത്, വേറെ രീതി പഠിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ പോയി കൗണ്ടർ ചെക്ക് ചെയ്യുന്ന ഞാൻ ഓർത്തത്. ഇല്ല, നിങ്ങക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, സംശയമില്ല? മാം എന്തായാലും കറക്റ്റ് ആയിട്ടല്ലേ പഠിപ്പിക്കുള്ളൂ. അതെ 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 അതെ, നല്ല കാര്യം. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കില്ല. ഓൾഡ് നോട്ട്സ് റെഫർ ചെയ്തായിരുന്നു മാം. ഓൾഡ് നോട്ട്സ് നോക്കിയായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അതുണ്ടെങ്കിലും മതി. വിച്ച് എവർ യു ഹാവ് സ്റ്റഡീഡ് ഇറ്റ് ഇസ് ഫൈൻ. അതേ രീതിയിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്തു പോകാം. കാരണം ഫോർമുല എല്ലാം പല ടെക്സ്റ്റിലും പല നൊട്ടേഷൻ കൊടുക്കുന്നേ ഉള്ളൂ. ആഫ്റ്റർ ഓൾ ദ കോൺസെപ്റ്റ് ഇസ് ദ സെയിം. അതിന് വ്യത്യാസങ്ങളില്ല. ഇനി പി ജി ക്ലാസ് ആവുമ്പം കുറച്ച് നല്ല ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് പതുക്കെ തുടങ്ങും ഓരോ പേപ്പേഴ്സിനും ഇതിനെല്ലാം. ഇനി ആ ഒരു ഹാബിറ്റ് കൊണ്ടുവരിക കുറേശ്ശെ. നമുക്ക് ഇനി ഒരു സ്പൂൺ ഫീഡിങ് ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ. അതുകൊണ്ട് അപ്പൊ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വൺ ഇസ് JK ശർമ്മ വിച്ച് ഇസ് അവൈലബിൾ ഓൺലൈൻ ആൻഡ് ദി അതർ വൺ ഇസ് BM അഗർവാൾ. അഗർവാളിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്സ്റ്റ് ബുക്ക് നല്ല ബുക്കാണ്. വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് നല്ല എക്സാമ്പിൾസും ഒക്കെ വെച്ച് തന്നിട്ടുള്ളതാണ്. ഈസി ടു അണ്ടർസ്റ്റാൻഡ്, വെരി വെരി ഈസി. ആൻഡ് ഓൾമോസ്റ്റ് അതിനകത്ത് നൊട്ടേഷൻസും ഇതെല്ലാം ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പാറ്റേണിലും ആണ്. അപ്പൊ ഒന്നെങ്കിൽ JK ശർമ്മ ഓർ BM അഗർവാൾ നിങ്ങൾ റെഫർ ചെയ്തോളൂ. രണ്ടും ഓൺലൈനിൽ കിട്ടും. നിങ്ങൾ ഗൂഗിൾ ബുക്സിൽ കയറി നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഓൺലൈനിൽ കയറി വരണ്ട്. ഐ തിങ്ക് ഒപ്റ്റിമൈസേഷൻ ആയെന്ന് തോന്നുന്നു. 40 എത്തിയിട്ട് ചവിട്ടി നിൽക്കാന്ന് തോന്നുന്നു. നോ മോർ വിൽ ബി ദർ, റൈറ്റ്? നിങ്ങളുടെ ക്ലാസ് ഇപ്പൊ എത്രയാ സ്ട്രെങ്ത്? What is the strength of your class? Class committee? 63 miss. 63 miss. 63 ഒക്കെ കഴിഞ്ഞു. 67 ആയെന്നായിരുന്നു എനിക്ക് ലേറ്റസ്റ്റ്. അല്ല മിസ്സേ, പക്ഷെ സ്കീം 2 ന് സെപ്പറേറ്റ് ആയിട്ടല്ലേ കൗണ്ട് ചെയ്യുന്നത്. എനിക്ക് അതറിയത്തില്ല, അതാ ഞാൻ പറഞ്ഞത്. Okay, can somebody good morning all of you. Morning ma'am. Good morning ma'am. Can somebody summarize what we have covered in the last class? Any voluntary presentation? ഇന്ന് ഞാനല്ലേ പേര് വിളിക്കണം. നിങ്ങൾ ഒരു ദിവസം വോളണ്ടറി ആയിട്ട് മുന്നോട്ട് വാ. കൈ ബുക്കിംഗ് വാ. Come on, go for it. എന്റെ മാതാവേ, 40 എണ്ണം ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഒരെണ്ണത്തിന് പോലും പറയാൻ വയ്യേ. ഞാൻ ഇമ്പോസിഷൻ തരൂ കേട്ടോ. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് മറ്റേ ഇതല്ലേ, ഡയഗ്രത്തിനെ പറ്റിയല്ലായിരുന്നു. ഡാറ്റ പ്രസന്റേഷനും അതൊക്കെ അല്ലായിരുന്നോ? എന്നോടാണോ ചോദിക്കണേ? ഞാനല്ലേ നിങ്ങളോട് ചോദിച്ചത് എന്താ പഠിപ്പിച്ചതെന്ന്? അല്ല, അത് തന്നെയാണ് പഠിപ്പിച്ചത്. ഫ്രീക്വൻസി പോളിഗന്റെ ഒരു പിക്ചേഴ്സും മറ്റേ ഓരോ ചാർട്ടിന്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണിച്ച് മിസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. Who else? മാം. അതാരാ? ദീപിക. ഓക്കെ, ദീപിക പറയൂ. ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റയെ പറ്റി പറഞ്ഞു. ഓക്കെ. പിന്നെ ടൈപ്സ് ഓഫ് ഡയഗ്രാംസിനെ പറ്റി പറഞ്ഞു. ഓക്കെ. അതിൽ തന്നെ 1 ഡയമെൻഷണൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് 2, 3 ഡയമെൻഷൻ. ഓക്കെ ഓക്കെ, ഡൺ. Who else? So Fatima, Deepika. Ma'am, Paul Sebastian. Paul. പോളെ പറ. പിന്നെ ഉറക്കെ പറ, കേൾക്കാൻ വയ്യ എനിക്ക്. ഇത്രയേ ഉള്ളൂ, ഇവിടുന്ന് കേക്ക്. ഇപ്പൊ കേക്കാം. അത് വന്നിട്ട് 1 ഡയമെൻഷനില് സിമ്പിൾ പാരഗ്രാഫ്, then deviation bar, അത് 1 ഡയമെൻഷനിലുള്ളത്. then 2 ഡയമെൻഷനില് മറ്റേ പൈ ഡയഗ്രാം, പിന്നെ
റെക്ടാംഗുലർ ബ്ലോക്ക് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്, പിന്നെ സ്ക്വയർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. Then അത് ഏത് ഡയമെൻഷൻ? സ്ക്വയർ, റെക്ടാംഗിൾ, 2D. 2D. ഓക്കേ ഫൈൻ. Then 3 ഡയമെൻഷനില് ക്യൂബിന്റെതും പിന്നെ സിലിണ്ടറിന്റെതും. സിലിണ്ടറിക്കൽ. ഓക്കേ ഡൺ. ഹു എൽസ്? യെസ് റിച്ച. പിന്നെ 1 ഡയമെൻഷനില് 3ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റോഗ്രാംസ്, ഫ്രീക്വൻസി, പൈ ചാർട്ട്. പിന്നെ ഹിസ്റ്റോഗ്രാംസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 9 എത്രയുണ്ട്? സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ, ഡീവിയേഷൻ, സബ്ഡിവൈഡഡ്, പെർസെന്റേജ്, frequency polygon, then cumulative frequency distribution, pie diagram. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിപ്പോയെന്നേ ഉള്ളൂ. പക്ഷെ സംഭവം കുറെ പേരുകൾ എനിക്ക് കിട്ടി. ഓക്കെ ഡൺ. എന്തോ ആരാ? പൈ ഡയഗ്രാം 1 dimension ആണ് 2 dimension ആണ്? പൈ ഡയഗ്രാം ഏതാ? 1 dimensional അല്ല, സർക്കിൾ 2 dimension അല്ലേ പൈ ഡയഗ്രാം? മറ്റേ സർക്കിൾ വെച്ചിട്ടുള്ളത്. ഞാൻ സർക്കിളിന്നും കേട്ടു, ഡയമെൻഷനും കേട്ടു. ഇതിന്റെ ഇടയിലുള്ളത് പൈ ഡയഗ്രാം ഫസ്റ്റ് 1 dimension 2 dimensionലാണ്. പൈ ഡയഗ്രാം ഏതാന്നല്ലേ ഇപ്പോൾ ചോദിക്കുന്നത് അല്ലേ? ദാറ്റ് ഈസ് യുവർ ക്വസ്റ്റ്യൻ റൈറ്റ്? 1 dimensionലാണോ 2 dimensionലാണോ ആണോന്നല്ലേ ഈ ചോദിക്കുന്നത്? ഓക്കെ വെയിറ്റ് ചെയ്യ് ഞാൻ പറയാം. Who will answer that question? Pi diagram is which dimension? Miss 1 dimensional. ആരെ ഇപ്പോ ആൻസർ ചെയ്തേ? സജിനി. സജിനി ഏത് ഡയമെൻഷനിലാ? 1 dimensional. ആണോ? ഞാൻ 1Dയിലാണോ ഇത് പറഞ്ഞത്? എന്നാണ് ഞാൻ 1Dയിലാണോ ഞാൻ പൈ ഡയഗ്രാം പറഞ്ഞത്? ഷുവർ. 1 dimension. All 1 dimensional. റിച്ച പറഞ്ഞപ്പോ അത് പലയിടത്തുനിന്ന് പിക്ക് ചെയ്ത് പറഞ്ഞതുകൊണ്ട് അങ്ങനെ തോന്നിയത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. റിച്ച പറഞ്ഞപ്പം അത് പലയിടത്തുനിന്ന് പിക്ക് ചെയ്ത് കുറെ വാക്കുകൾ എന്നോട് പറഞ്ഞത്. ദാറ്റ് ഇസ് വൈ അങ്ങനെ ഒരു ഫീൽ വന്നത്. റിച്ച പറഞ്ഞത് കൊണ്ടല്ല. താങ്കളുടെ ഇത് മറ്റേ ഇതില് 1 dimensionൽ വന്നിട്ട് ബാർ ഗ്രാഫ് അങ്ങനെയൊക്കെയുള്ള സംഭവം. സ്ക്വയർ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് വരുന്നത് 2 dimensionൽ വരുന്നത്. സ്ക്വയർ, സർക്കിൾ അങ്ങനെയൊക്കെയുള്ള ഫിഗേഴ്സ് വരുമ്പോ അപ്പൊ പൈ ഡയഗ്രാം സർക്കിൾ അല്ലേ? പൈ ഡയഗ്രാം സർക്കുലർ ഷേപ്പ് ആന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് ഓൺലി സർക്കിൾ ഇൻ ഷേപ്പ്. മനസ്സിലായോ? മറ്റേ സർക്കുലർ ഇതിന് ഞാൻ കാണിച്ചത് എന്തായിരുന്നു? 2Dയിൽ നമ്മൾ അതിന്റെ റേഡിയസിന്റെ പ്രപ്പോർഷൻ ഒക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് നമ്മൾ ആ സർക്കിൾസ് ഡ്രോ ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായോ? അതേസമയം നമ്മൾ പൈ ഡയഗ്രാം വരയ്ക്കുന്നത് അങ്ങനെയാണോ? നമുക്കൊരു റേഡിയസ് ലെങ്ത് എന്തെങ്കിലും നമുക്ക് വേണോ പൈ ഡയഗ്രാം വരയ്ക്കാനായിട്ട്? വേണ്ട. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് കേട്ടോ. അതുകൊണ്ടാണ് മറ്റേത് പൈ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇറ്റ് ഈസ് ഓൺലി സർക്കിൾ ഇൻ ഷേപ്പ്, അത്രേ ഉള്ളൂ. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നമ്മൾ അതൊരു സർക്കിൾ ഇതെന്നുള്ള അർത്ഥത്തിലല്ല അവിടെ 2D വെച്ച് നമ്മൾ പറയണത് കേട്ടോ. ഓക്കെ, വി ഷൽ ഗോ ടു ടുഡേയ്സ് ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കുറച്ച് ഫോർമുലകൾ കയറി വരണ്ട്. ഓക്കെ, ഞാൻ അതെല്ലാം ടെക്സ്റ്റിൽ നിന്ന് കുറച്ച് പിക്ചേഴ്സ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇട്ട് തന്നിരിക്കണത്. ആർക്കെങ്കിലും കാണാനോ അത് മനസ്സിലാക്കാനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. കാരണം ഇതെല്ലാം ടൈപ്പ് ചെയ്ത് എനിക്ക് ഓരോന്ന് കയറ്റാനുള്ള ടൈം ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് പിക്ചേഴ്സ് എടുത്ത് അങ്ങനെ ക്രോപ്പ് ചെയ്തോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. കാരണം കുറച്ച് അധികം ഇത് വരുന്നുണ്ട്. ബിക്കോസ് ടുഡേ our topic is measures of central tendency. Measures of central tendency എന്നുള്ളതാണ് നമ്മുടെ പോർഷൻ. അപ്പൊ measures of central tendency നിങ്ങൾക്ക് അറിയാം എന്താന്നുള്ളത്. What are the measures of central tendency? Mean.
Mean, median, mode. Mean, median, mode. Other than that, വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടോ? നമ്മൾ അധികം ഉപയോഗിക്കാറില്ലെങ്കിലും മീൻ ചേർത്ത് വേറെയും 2 മീനുകളും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Geometric mean. Yes, geometric mean and arithmetic mean. അയ്യോ, arithmetic mean നെയാണ് നമ്മൾ ഷോർട്ട് ആയിട്ട് അത് സാധാ മീൻ അല്ലേ? സാധാ മീനാണ്. മീൻ വേറെ ഉണ്ട്. ജോമെട്രിക് കൂടെ പറയുന്ന മീൻ ഹാർമോണിക് മീൻ. യെസ്, ഇറ്റ് ഈസ് ഹാർമോണിക് മീൻ. അപ്പൊ മീൻ, മീഡിയൻ, മോഡ്, അതർ ദാൻ ദാറ്റ് ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. അപ്പൊ ഇത്രയാണ് ഇന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. വിൽ ജസ്റ്റ് ഗോ ത്രൂ ദ ഫോർമുല. എല്ലായിടത്തും ഞാൻ എക്സാമ്പിൾ വെച്ച് ഞാൻ തൽക്കാലം ഞാൻ ഇട്ടിട്ടുണ്ട്, സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റെപ്സ്. പലരും പഠിച്ചിട്ടുള്ളതാണ്, അറിയാൻ പാടില്ലാത്തവർ ഒന്നും കൂടെ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കാരണം സിലബസ് തുടങ്ങുമ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ മീൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. മീഡിയൻ, മോഡൊക്കെ കോമൺലി യൂസ്ഡ് ആണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ്. അപ്പൊ ആ സമയം നിങ്ങൾക്ക് ഫോർമുലയ്ക്ക് നിങ്ങൾ സ്റ്റംബിൾ ചെയ്യരുത്. അപ്പൊ അതുകൊണ്ടാണ് ഫൗണ്ടേഷനിൽ അത് കയറ്റിയിട്ടിരിക്കുന്നത്. ഇതിനും വർക്ക്ഷീറ്റ് തരാം, ഫോർ വിച്ച് യു ക്യാൻ ആക്ച്വലി ഡു ഇറ്റ് ഔട്ട്. അപ്പൊ വർക്ക് ഔട്ടും കൂടെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബെറ്റർ കേട്ടോ. Yes, is my screen visible? No. No, ma'am. No, ma'am. ഇപ്പൊ കാണാമോ? Yes, miss. Yes, yes. Yes, ma'am. So module 3 is about measures of central tendency. Now, measures of central tendency is also called as statistical averages. കാരണം throughout നമ്മൾ എടുക്കുന്നത് average എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ അവിടെ എടുക്കുന്നത്. And what do you mean by an average? നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ഡേറ്റ സെറ്റിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്താൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? Can somebody say with an example? Come on. നിങ്ങൾ പഠിച്ച സാധനം എന്നോട് നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ മീൻ, മീഡിയൻ, മോഡ് എന്നൊക്കെ പറഞ്ഞു. അത് പഠിച്ചപ്പം മനസ്സിലായില്ലായിരുന്നോ നമ്മൾ എന്തിനാ അതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാന്ന്? 20 കൂടെ ആവറേജ് രണ്ടും കൂടെ സം കൂട്ടി നമ്പർ. അല്ലെ, ഞാൻ ചോദിച്ചത് നമ്മൾ ഒരു ഡേറ്റ സെറ്റിന്റെ ആവറേജ് എന്ന് പറഞ്ഞ വാട്ട് ഡസ് ഇറ്റ് മീൻ? ആരെങ്കിലും ഒരാൾ, അഷിത മാം സാമ്പിൾ ആണോ? എന്താന്ന് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾ പറഞ്ഞോ. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ്. ഓക്കെ, അത് ഫോർമുല എഗ്രീഡ്. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഓപ്ഷൻ. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലാസിന്റെ ഒരു ആവറേജ് ഹൈറ്റ് ഞാൻ നിങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ ഹൈറ്റ് ഞാൻ മെഷർ ചെയ്യുക. അതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് ഞാൻ ചെയ്യുന്നതെന്നിരിക്കട്ടെ. എന്റെ S1 ക്ലാസ്സിൽ ഉള്ള എല്ലാ കുട്ടികളുടെയും ഹൈറ്റ് എത്രയാണ് എന്നത് ഞാൻ സ്റ്റഡി ചെയ്യാൻ പോവാം. അപ്പൊ ഓരോരുത്തരുടെയും ഹൈറ്റ് ഞാൻ എടുത്തു, ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിന്റെ ഒരു ആവറേജ് കാണാന്ന് വെച്ചാൽ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിന്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്തു. മീൻ ഹൈറ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. വാട്ട് ഡസ് ദാറ്റ് ഫിഗർ റെപ്രസെന്റ്? ഞാൻ ചോദിച്ചത് മനസ്സിലായോ? നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും ഹൈറ്റ് ഞാൻ മെഷർ ചെയ്തു, ഞാൻ ഒരിടത്ത് എഴുതി വെച്ചു. ആ വാല്യൂസ് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മീൻ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ കിട്ടുന്ന ഉത്തരം വാട്ട് ഡസ് ഇറ്റ് മീൻ? അതിന്റെ അർത്ഥം എന്താ? Average mean. Average height of
ആവറേജ് ഹൈറ്റ് ഓഫ് സ്റ്റുഡൻസ് എന്നാണ് ഞാൻ സമ്മതിച്ചു. എന്ന് പറഞ്ഞ ഗോ ലിറ്റിൽ മോർ ഫർദർ എന്ന് പറഞ്ഞ മെജോറിറ്റി ആണോ? മെജോറിറ്റി എന്നല്ല, ലിറ്റിൽ മോർ. ഹോൾ ഹോൾ എന്ന് പറഞ്ഞ മൊത്തത്തില്. കംപ്ലീറ്റ് ദ സെന്റൻസ്. മൊത്തത്തില് കംപ്ലീറ്റ് ഇറ്റ്. ഹോൾ മൊത്തത്തില് മെജോറിറ്റി മാക്സിമം ആണോ? ഹോൾ ഗ്രൂപ്പിനെ കറക്റ്റ്. ഹോൾ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരൊറ്റ ഫിഗർ ആണ്. അതായത് S1 ക്ലാസിന്റെ ആവറേജ് ഹൈറ്റ് 160 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് എല്ലാവർക്കും 160 സെന്റിമീറ്റർ ആണ്. ബട്ട് മോസ്റ്റ് ഓഫ് ദം, മെജോറിറ്റി ഓഫ് ദം ആ ഒരു ഹൈറ്റ് റേഞ്ചിലാണ് വരുന്നത്. അല്ലെങ്കിൽ 160 സെന്റിമീറ്റർ റെപ്രസെന്റ്സ് ദ ഹൈറ്റ് ഓഫ് S1 ബാച്ച്. ഇസ് ഇറ്റ് ക്ലിയർ? 160 centimeter represents the height of S1 batch. Is it clear? ഇതാണ് നമ്മൾ ആവറേജസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. നമുക്ക് കുറെ ഡേറ്റാ സെറ്റും കാര്യങ്ങളും പലത് കാണും. പക്ഷെ അതിനെ ഒരുമിച്ച് ഒരൊറ്റ ഫിഗറിലേക്ക് കൊണ്ടുവരുന്നത് എന്താ? ആ എൻറ്റയർ സാമ്പിൾ അല്ലെങ്കിൽ എൻറ്റയർ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫിഗറിലേക്ക് നമ്മൾ എത്തണം. എന്നാലേ നമുക്ക് അതിനൊരു മീനിങ് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ആൻ ആവറേജ്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ ഓൾ? Yes, ma'am. Yes. So an average is a figure that represents the whole group എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. മൊത്തത്തിലുള്ള ഒരു ഗ്രൂപ്പിന്റെ ഒറ്റ ഫിഗർ എന്നോർത്ത് ഓരോരുത്തരുടെയും വാല്യൂ 160 എന്നല്ല. പക്ഷെ ആ ഫിഗറിന്റെ ഇൻ ജനറൽ അതാണേ നമ്മൾ ഒരു ആവറേജും കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. Now next, the different kinds of averages. The different kinds of averages are basically classified into two. One is mathematical averages and the other one is positional averages. Mathematical averages ആണ് നമ്മൾ യൂഷ്വലി പറയുന്ന arithmetic mean, geometric mean and harmonic mean. Positional averages, പൊസിഷൻ കൊണ്ട് അല്ലെങ്കിൽ പൊസിഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് മീഡിയൻ ആൻഡ് മോഡ് എന്ന് പറയുന്നത്. മീഡിയനിൽ തന്നെ ക്വാർട്ടൈൽസ്, ഡെസൈൽസ് ആൻഡ് പെർസെന്റൈൽസ് എന്നുള്ളൊരു പോർഷൻ കൂടെ ഉണ്ട്. തൽക്കാലം നിങ്ങൾ arithmetic, geometric, harmonic, median and mode എന്നുള്ളത് ഓർത്തു വയ്ക്കാം. And mean means it is sum of, as എനിക്ക് നാശിക ആരോ മെൻഷൻ ചെയ്തതുപോലെ, it is sum of all values divided by the total. ബേസിക് കോൺസെപ്റ്റ് ആണ് മീൻ, മീഡിയൻ, മോഡ്. ബേസിക്കലി എന്താന്നുള്ളത് ഈ ഒരു സ്ലൈഡിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. മീൻ മീൻസ് ഇറ്റ് ഇസ് ദ സം ഓഫ് ഓൾ വാല്യൂസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. ഇപ്പൊ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ ഹൈറ്റ് ഞാൻ മെഷർ ചെയ്യാം. അപ്പൊ എല്ലാവരുടെയും ഹൈറ്റ്, ഇപ്പൊ 60 കുട്ടികളുടെയും ഹൈറ്റ് ഞാൻ ആഡ് ചെയ്യുവാണ്. അതാണ് സം ഓഫ് ഓൾ വാല്യൂസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. നിങ്ങളുടെ ക്ലാസിന്റെ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് എത്രയാ? നിങ്ങളുടെ ക്ലാസിന്റെ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് എത്രയാ? 63. എത്ര കുട്ടികളുണ്ടോ, എത്ര നമ്പേഴ്സ് ഉണ്ടോ, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞത്. സോ സം ഓഫ് ഓൾ വാല്യൂസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് വിൽ ഗിവ് യു ദ അരിത്മെറ്റിക് മീൻ. ഇനി മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? മിഡ് വാല്യൂ. അതായത് ഈ തന്നിരിക്കുന്ന ഹൈറ്റിനെ ഞാൻ സ്മോൾ ടു ലാർജ് അല്ലെങ്കിൽ സ്മോൾ ടു ബിഗ് എന്നുള്ള ഒരു ഓർഡറിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ട് അതിന്റെ മിഡ് വാല്യൂ ഏതാണെന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് റെപ്രസെന്റ്സ് ദ മീഡിയൻ. ആ പേരിനകത്തുള്ളത് പോലെ മിഡിൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. സോ ദാറ്റ് ഇസ് എ മീഡിയൻ വാല്യൂ. വാട്ട് ഇസ് എ മിഡ് ഫിഗർ എന്നുള്ളതാണ്. മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡൽ വാല്യൂ അല്ലെങ്കിൽ മോഡ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? ഏറ്റവും കൂടുതൽ തവണ കറക്റ്റ്, ഏറ്റവും കൂടുതൽ തവണ വരുന്ന വാല്യൂ ഏതാണോ അതിനെയാണ് എന്തെന്ന് പറയണത്? മോഡ് എന്ന് പറയണത്. അതായത് ഇപ്പൊ ഹൈറ്റ് ഞാൻ എഴുതി, ഇപ്പൊ കുറെ പ്രാവശ്യം വന്ന ഒരു വാല്യൂ ആയിരിക്കും 158 എന്നുള്ളത്. കുറെ പ്രാവശ്യം, ചിലപ്പം ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു ഹൈറ്റ് ആയിരിക്കും 150 centimeter എന്നുള്ളത്. അപ്പൊ സോ ദ മോഡൽ വാല്യൂ വിൽ ബി 150 centimeter. സോ ദ മോസ്റ്റ് കോമൺ വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ഒക്കർ ചെയ്യുന്ന വാല്യൂ, ഫ്രീക്വൻസി വൈസ് ഏറ്റവും കൂടുതലുള്ള വാല്യൂ എന്നൊക്കെ നമുക്ക് അതിനെ പറയാം. ദാറ്റ് ഇസ് കോൾഡ് ആസ് എ മോഡ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് മീൻ, മീഡിയൻ, മോഡിന്റെ. നിങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് 931836 എന്നുള്ളത് കുറച്ച് വാല്യൂസ് ആണ്. ഇറ്റ് മൈറ്റ് ബി ദ മാർക്സ് ഇൻ എ ടെസ്റ്റ് പേപ്പർ ഫോർ 6 സ്റ്റുഡൻസ് അതിന്റെ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? 9 + 3 + 1 + 8 + 3 + 6 divided by the number of observed. Number എത്രയാ? 6. അപ്പൊ 30 is your
സോറി 30 എന്നുള്ളത് ടോട്ടൽ, 30/6 ഈക്വൽ ടു 5 എന്നുള്ളത് ദാറ്റ് ഈസ് യുവർ മീൻ വാല്യൂ. ക്ലിയർ അല്ലേ? മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? മിഡ് വാല്യൂ എന്നാണ് നമ്മൾ, മിഡിൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഈ കേസിൽ നിങ്ങൾ നോക്കിക്കേ, നമുക്കൊരു മിഡ് എടുക്കാനായിട്ട് നമുക്ക് അവിടെ പറ്റുന്നില്ല അല്ലേ? ഒരു ഒരു ഈവൻ നമ്പറിലല്ലേ അത് വന്ന് നിൽക്കണം. അപ്പൊ നടുക്കത്തെ 2 വാല്യൂ നമ്മൾ ചൂസ് ചെയ്യാം. ഒരു ഓർഡറിലേക്ക് ഇടുക, അതായത് സ്മോൾ ടു ബിഗിനെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ മിഡിലുള്ള 2 നമ്പേഴ്സ് എടുക്കുക, അതിന്റെ ആവറേജ് എടുക്കുക. സോ 3 + 6/2 അങ്ങനെയാണ് അത് 4.5 എന്ന് വന്നത്. സോ ദാറ്റ് ഈസ് യുവർ മീഡിയൻ. മോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത. ഇവിടെ ഏത് നമ്പറാ ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തേക്കുന്നത്? 3 എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു? 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ 3 ഈസ് യുവർ മോഡ് വാല്യൂ. റേഞ്ച് മീൻസ് ഇറ്റ് ഇസ് ദ ഹൈയസ്റ്റ് നമ്പർ മൈനസ് ദ ലോവസ്റ്റ് നമ്പർ. മീൻ മീഡിയൻ മോഡ് സിംപ്ലി ഒരു വളരെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയില്ലേ? ഇതിനി നമ്മള് അത് ജസ്റ്റ് നമുക്ക് കുറെ വാല്യൂസ് തന്നിട്ടുള്ളപ്പോഴായിരുന്നു. ഇനി നമ്മൾ മീൻ, അരിത്മെറ്റിക് മീൻ എന്നുള്ള ടോപ്പിക്കില് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കയറി വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഫ്രീക്വൻസി എഫും കൂടെ കയറി വന്നു കഴിയുമ്പോൾ ഹൗ ഡു യു കാൽക്കുലേറ്റ് ഇറ്റ് എന്നുള്ളതാണ് പല രീതിയിൽ കാണിച്ചിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്കൊരു ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. അതിന്റെ ഫോർമുലയാണ് നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ? അരിത്മെറ്റിക് മീൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്നുള്ളത്, അതായത് എഫ് എന്ന് നിങ്ങൾക്ക് ഏജ് കാറ്റഗറി തന്നിട്ടുണ്ട്, ക്ലാസ് ഇന്റർവെൽസ് ആണ് 0 to 10, 10 to 20, 20 to 30 ആൻഡ് സോ ഓൺ. അതിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസിയുടെ ടോട്ടലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ലെറ്റർ എൻ. ഹൗ ഡു യു റെപ്രസെന്റ് ദ ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി എഫ്? ഇറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ N. So N ആ F കോളത്തിന്റെ ടോട്ടൽ ആണ് ക്യാപിറ്റൽ N ഈക്വൽ ടു 623 എന്നുള്ളത്. ഇനി നമുക്ക് അരിത്മെറ്റിക് മീന്റെ ഫോർമുല ഇതാണ്, സിഗ്മ എഫ് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. ക്യാപിറ്റൽ N-ഉം സ്മോൾ ലെറ്റർ N-ഉം തമ്മിൽ വ്യത്യാസമുണ്ട്. Can somebody tell me what is the difference between capital N and small letter n? Small letter n number. Yes, who is telling? Paul. ഇച്ചിരി ഉറക്കെ പറഞ്ഞേ. ക്യാപിറ്റൽ N is frequency, മറ്റേത് number. Small letter n always represents the number of observation, whereas capital N always represents its total. ആ സിഗ്മ എഫ് എന്നുള്ളതാണ് എന്തെന്ന് പറയണത്? ക്യാപിറ്റൽ N എന്ന്. അതായത് എഫ് കോളത്തിന്റെ ടോട്ടലിനെയാണ് എന്തെന്ന് പറയണത്? ക്യാപിറ്റൽ N എന്ന് പറയണത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ക്യാപിറ്റൽ N എന്ന് പറയണത് എഫ് ഫ്രീക്വൻസി കോളത്തിന്റെ ടോട്ടലിനെയാണ്. ഓക്കെ, ഇനി നമുക്ക് സിഗ്മ എഫ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞു. അപ്പൊ എഫ് ഇൻറ്റു എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷെ എക്സ് എന്ത്, എക്സ് നമ്മുടെ കയ്യിലുണ്ടോ? ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഈ തന്നിരിക്കുന്ന ക്ലാസ് ഇന്റർവെല്ലിൽ നിങ്ങളുടെ കയ്യിൽ എക്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ എക്സ് നിങ്ങൾ എങ്ങനെ എടുക്കും? ക്ലാസ് ഇന്റർവെല്ലിന്റെ മിഡ് വാല്യൂ ആണ് എക്സ് എന്ന് പറയണത് അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? അപ്പൊ സോ അപ്പർ ലിമിറ്റ് പ്ലസ് ദ ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും മിഡ് എക്സ് കിട്ടും. അതായത് 10 + 0/2, 20 + 10/2, 30 + 20/2, 40 + 30/2 ആൻഡ് സോ ഓൺ. അത് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് കിട്ടി. എന്നിട്ട് എഫ് ഇൻറ്റു എക്സ് കാണാം, കോളത്തിന്റെ ടോട്ടൽ എടുക്കുക. അതാണ് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത്. സോ ഈ സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N ചെയ്ത അരിത്മെറ്റിക് മീൻ കിട്ടും. ദിസ് ഇസ് എ ഡയറക്റ്റ് മെത്തേഡ്. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ആർക്കെങ്കിലും സംശയം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? No miss. ഇല്ല. Now going ഉണ്ടോ? ആരായിരുന്നു? ഇല്ല മിസ്സേ. ഇല്ല. So going to the next is the shortcut formula എന്ന് പറയും. നിങ്ങൾക്ക് what I personally suggest is ഒത്തിരി ഫോർമുലകൾ ഓർത്തു വെക്കാൻ ബുദ്ധിമുട്ടുള്ളവര് kindly limit the number of formulas that you study. നിങ്ങൾക്ക് സിഗ്മ എഫ് എക്സ് ബൈ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ട്, കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. എത്ര വലിയ നമ്പേഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല. ഇല്ല, നിങ്ങൾക്ക് കുറച്ച് ഷോർട്ട് കട്ട് ഒക്കെ താല്പര്യമുള്ള കുട്ടികളാണ്, ഫോർമുല ഓർത്തു വെക്കാൻ എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ദി നെക്സ്റ്റ് ഫോർമുല വിച്ച് ഇസ് ദ ഷോർട്ട് കട്ട് ഫോർമുല എന്ന് പറയും. ഷോർട്ട് കട്ട് ഫോർമുലയിൽ നമ്മൾ ചെയ്യുന്നത് സെയിം, എഫ് ടോട്ടൽ ചെയ്യുക, എക്സ് നമ്മൾ ടോട്ടൽ ചെയ്യുക. നമ്മുടെ ഫോർമുല വരുന്നത് എ പ്ലസ് സിഗ്മ എഫ് ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N എന്നുള്ളതാണ്. എ പ്ലസ് സിഗ്മ എഫ് ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N, where
A is the mid value and D is the deviations of the X value from the mid value. Deviations of X from the mid value. Is it clear? അതായത് നിങ്ങൾ എക്സ് കണ്ടുപിടിച്ച് എക്സ് നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം ഇതിന്റെ ഒരു ആർബിട്രറി ആയിട്ട് ഒരു മിഡ് വാല്യൂ നിങ്ങൾ ചൂസ് ചെയ്യാം. ഇപ്പൊ ഈ കേസിൽ ഇവർ ചൂസ് ചെയ്തിരിക്കുന്ന 35 എന്നുള്ളതാണ്. ഒരു ആർബിട്രറി ആയിട്ട് ഇറ്റ് ക്യാൻ ബി 35 ഈവൻ ഇഫ് യു ചൂസ് 45 ഇറ്റ് ഡസന്റ് മാറ്റർ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ആർബിട്രറി ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഡീവിയേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഡീവിയേഷൻസിന്റെ ഷോർട്ട് ഫോം ആണ് സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത്. അപ്പൊ ഡി കാൽക്കുലേറ്റ് ചെയ്യുക. ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് മൈനസ് എ എന്നുള്ളതാണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? 35 എന്നാണ്. സോ എക്സ് മൈനസ് 35 എന്ന് ചെയ്യാം. സോ 5 മൈനസ് 35, 15 മൈനസ് 35, 25 മൈനസ് 35, സൈൻ ഉൾപ്പെടെ നമ്മൾ എടുക്കുക കേട്ടോ. സൈൻ ഉൾപ്പെടെ നമ്മൾ എടുക്കുക. അത് ഡി കിട്ടി. എന്നിട്ട് എഫ് ഇൻറ്റു ഡി നമ്മൾ ചെയ്യുക. ആ കോളത്തിന്റെ ടോട്ടൽ എടുക്കുക. അപ്പൊ എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ എന്നുള്ളത് നിങ്ങൾക്ക് വാല്യൂ കിട്ടും. ഈസ് ഇറ്റ് ക്ലിയർ? സ്റ്റെപ്സ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? Yes, ma'am. Yes, miss. Anybody who has a doubt? ആർക്കെങ്കിലും മനസ്സിലാകായികയോ? സ്റ്റെപ്സ് എനിക്കൊന്ന് മാക്സിമം സിംപ്ലിഫൈ ചെയ്ത സ്റ്റെപ്സ് ആണിത്. എന്നാലും ആർക്കെങ്കിലും ഒരു സംശയം അല്ലെങ്കിൽ ഈ ഫിഗർ എവിടുന്ന് വന്നു മിസ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാ കേട്ടോ. ഉണ്ടോ? ഇല്ല, ക്ലിയർ ആയി. ഓക്കെ, സോറി. നെക്സ്റ്റ് ഇസ് ദ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് നമ്മൾ പറയും. അതായത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഡി നമ്മൾ അതുപോലെ തന്നെ ഡി ചെയ്യുമ്പം ചില സമയത്ത് എന്താന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഡി ചെയ്ത് വെച്ചാലും നമുക്ക് കുറച്ച് വലിയ ഫിഗേഴ്സ് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. മനസ്സിലായി? അപ്പൊ അതിന് ഒരു കോമൺ നമ്പർ ഇട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ എ കോമൺ നമ്പർ. ഇപ്പൊ ഈ കേസിൽ അവർ 10 വെച്ചാ ചെയ്തിരിക്കണം. സോ ദാറ്റ് 30, 20 എല്ലായിടത്തും ഒരു കോമൺ നമുക്കൊരു 10 ഉണ്ട്. അപ്പൊ 10 വെച്ചുകൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് ഒന്നും കൂടെ ചെറുതാക്കി. മനസ്സിലായി? ഓൾ ദീസ് ആർ ബീങ് ഡൺ ഇൻ ഓർഡർ ടു മേക്ക് ദ ഫിഗർ സ്മോളർ ആൻഡ് സ്മോളർ. അപ്പൊ അതും കൊണ്ട് ചെയ്തെന്നുള്ള ഒരൊറ്റ വ്യത്യാസമേ നമുക്ക് അവിടെ വരുന്നുള്ളൂ. അപ്പൊ എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് എന്നാണ് അതിന് പറയുന്നത്. ഡി ഡാഷ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ഇൻറ്റു സി. സി എന്ന് വെച്ചാൽ നമ്മൾ ഏത് ആ കോമൺ ഇത് വെച്ചുകൊണ്ടാണോ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിനെയാണ് സി എന്ന് പറഞ്ഞിരിക്കുന്നത്. 10 വെച്ചുകൊണ്ടായിരുന്നു നമ്മൾ ചെയ്തത്, അതുകൊണ്ട് ഇൻറ്റു 10. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് നമ്മളെ സംബന്ധിച്ച് സത്യം പറഞ്ഞ ബേസിക് ഫോർമുല എന്ന് പറഞ്ഞ എന്തേ ഉള്ളൂ? 2 ഫോർമുല അരിത്തമെറ്റിക് മീൻ ഉള്ളത്. ക്യാൻ സംബഡി ടെൽ? വൺ ഇസ് എക്സ് ബാർ ഈക്വൽ ടു Sigma fx by n. Sigma fx by capital N, that is 1. Which is the other one? One more formula is there. Frequency ഉള്ളപ്പോഴും frequency ഇല്ലാത്തപ്പോഴും അങ്ങനെ 2 കാറ്റഗറിയാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. Sum by number. Yes, sum by number. അതായത് sigma x by small letter n. എപ്പോഴും ഓർത്തിരിക്കുക, ദിസ് ഇസ് ദ ബേസിക് കോൺസെപ്റ്റ്. ഇവിടെ വേണം നമ്മൾ സ്ട്രോങ് ആവാനായിട്ട്. എക്സ് ബാർ അരിത്മെറ്റിക് മീൻ കാണാൻ 2 ഫോർമുല നമുക്ക് ബേസിക്കലി ഉള്ളൂ. വൺ ഇസ് സിഗ്മ എക്സ് ബൈ സ്മോൾ ലെറ്റർ എൻ. ദി അതർ വൺ ഇസ് സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എൻ. Is it clear for all? Yes, ma'am. Sigma x by small letter n. The other one is sigma f into x by capital N, where capital N equal to sigma f. Complete ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ 2 കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട്. ഇത്രയും മനസ്സിലായോ? ക്ലിയർ Yes, ആണോ? ma'am. Yes, ma'am. Shall I move further? Yes, ma'am. Yes, ma'am. ആ ഫോർമുലകളെല്ലാം നിങ്ങൾക്കൊന്ന് ഒരുമിച്ച് തന്നേ ഉള്ളൂ. ഇൻഡിവിജ്വൽ സീരീസ് ഈ 2 ഫോർമുലയാണ് ഞാൻ സ്ട്രെസ് ചെയ്തുകൊണ്ടിരുന്നത്. These two. Sigma x by small letter n, sigma fx by capital N എന്നുള്ള 2 ഫോർമുല നിങ്ങൾ ബേസിക്കലി ഓർത്തിരിക്കുക. അത് ഒരിക്കലും മറന്നു പോകരുത്. സിഗ്മ എക്സ് ബൈ സ്മോൾ ലെറ്റർ എന്നും സിഗ്മ എഫ് എക്സ് ബൈ ക്യാപിറ്റൽ എൻ എന്നുള്ള ഫോർമുല ഒരിക്കലും മറന്നു പോകാണ്ട് ഓർത്തു വയ്ക്കുക. ബാക്കിയെല്ലാം അതിനോട് അഡീഷൻസേ വരുന്നുള്ളൂ.
hand. So that was all about mean. Now coming to the next positional average, which is the median. Median എന്ന് വെച്ചാൽ as the name say, ഞാൻ നേരത്തെ പറഞ്ഞു small to big അല്ലെങ്കിൽ ascending orderൽ ഒരു arrangementൽ നിങ്ങൾ എഴുതിയിട്ട് അതിന്റെ മിഡിൽ വരുന്ന വാല്യൂ ആണ് നിങ്ങൾക്ക് മീഡിയൻ ആയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാറുള്ളത്. Now here is an example. Marks of 9 students in a geography test തന്നിട്ടുണ്ട്. ഇതിന്റെ മീഡിയൻ കണ്ടുപിടിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ഇതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അസെൻഡിങ് മീൻസ് ഇറ്റ് ഇസ് ഫ്രം സ്മോൾ ടു ബിഗ്. എന്നിട്ട് അതിന്റെ മിഡിൽ ഇതിനകത്ത് മിഡിൽ വരുന്ന വാല്യൂ ഏതാ? ഇറ്റ് ഇസ് 36 എന്നുള്ള. കാരണം ഇപ്പുറത്തേക്ക് നിങ്ങൾക്ക് 4 എണ്ണം ഉണ്ട്, ഇപ്പുറത്തേക്ക് 4 എണ്ണം. അപ്പൊ കറക്റ്റ് മിഡിൽ വരുന്നത് ഇറ്റ് ഇസ് 36 എന്നുള്ളത്. സോ 36 ഈസ് യുവർ മീഡിയൻ. വെരി സിമ്പിൾ, ശരിയല്ലേ? ഒറ്റ കാര്യമുള്ളൂ, തന്നിരിക്കുന്ന ഡേറ്റനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക, നടുക്ക് വരുന്ന വാല്യൂ നിങ്ങൾ എടുക്കുക. ഇത്രേ ഉള്ളൂ സ്റ്റെപ്പ്. ക്ലിയർ? യെസ് മാം. നമ്പർ ഓഫ് വാല്യൂസ് ഇൻ ദ ഇനി ഫോർമുല വൈസ് നമ്മൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് വാല്യൂസ് ഇൻ ദ ഗിവൺ ഡേറ്റ എന്ന് പറഞ്ഞത് 9 ആയിരുന്നു. സോ 9 + 1/2 ഫിഫ്ത്ത് വാല്യൂ എന്ന് നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഫോർമുല വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് n + 1/2th വാല്യൂ എന്നാണ് പറയുന്നത്. n + 1/2th വാല്യൂ, അതായത് ഫിഫ്ത്ത് വാല്യൂ. ഇതിനകത്ത് ഫിഫ്ത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 36. അങ്ങനെയാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഡേറ്റയുടെ മീഡിയൻ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദ ഫോളോയിങ് ഡേറ്റ സെറ്റ്. നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ശില്പ? Yes, ma'am. യെസ്, ക്യാൻ യു ഗിവ് എ ട്രൈ? ഒന്ന് നോക്കാമോ? Yes, ma'am. നോക്കാം മാം. 17. ഹൗ ഡിഡ് യു ഗെറ്റ് 17? സോറി മാം, 10 കണ്ടില്ല, ഒരു മിനിറ്റ്. 16 17 വരും അതിന്റെ മിഡിൽ വാല്യൂ വരുന്നത്. 16 17. ഓക്കെ. ക്യാൻ സംബഡി എൽസ്? മുഹമ്മദ് റസൽ? മുഹമ്മദ് റസൽ? 1 second, calculate it. ഓക്കെ. $16.5 ആണ്. 16.5. 16. പിന്നെ ആരൊക്കെയാ? 15.5. 16.5. 16.5 ഉറപ്പിച്ചു? ഒരു തരം, രണ്ടു തരം? 16. ഫ്രീസ് ചെയ്തോ? 15.75. ആദ്യം ചെയ്യേണ്ടത് എന്താ നിങ്ങൾ ചെയ്യേണ്ടേ? തന്നിരിക്കുന്ന ഡേറ്റനെ എല്ലാരും അറേഞ്ച് ചെയ്തായിരുന്നോ? അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. നമുക്ക് എത്ര വാല്യൂസ് ഉണ്ട്? 8 വാല്യൂസ് ഉണ്ട്. ഇതിന്റെ മിഡ് എന്ന് പറയുന്നത് 16, അതായത് ഒരെണ്ണായിട്ട് നമുക്ക് പറ്റണില്ല, 2 എണ്ണം നമുക്ക് വരുന്നുണ്ട് അല്ലെ? 16 and 17. അതിന്റെ ആവറേജ് ആണ് എന്തെന്ന് പറയണത്? മീഡിയൻ എന്ന് പറയണത്. അതായത് 16 and 17 എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ ആവറേജ് വാല്യൂ ആണ് എന്തായിട്ട് വരുന്നത്? മീഡിയൻ ആയിട്ട് വരുന്നത്. അതായത് ഫോർത്ത് വാല്യൂ പ്ലസ് ദ ഫിഫ്ത് വാല്യൂ. കണ്ടോ? 4th + 5th divided by 2. 16 + 17 divided by 2, 16.5. That is your median. മനസ്സിലായോ? ഇത് ഒരു ഈവൻ നമ്പറിലായിരുന്നു നമ്മുടെ ഇത് എൻഡ് ചെയ്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒറ്റ ഫിഗർ മാത്രമായിട്ട് കിട്ടാണ്ടിരുന്നത്. അപ്പൊ 2 ഫിഗർ മിഡിൽ വരുന്ന 2 ഫിഗറിന്റെ ആവറേജ് ആണ് എന്തെന്ന് പറയണത്? മീഡിയൻ എന്ന് പറയണത്. ക്ലിയർ? അതാണ് തന്നിരിക്കുന്ന ഈ സ്റ്റെപ്പ് അതിനകത്ത് തന്നിരിക്കുന്നത്. ഇൻ ജനറൽ നമ്മളപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ n + 1/2th വാല്യൂ എന്ന് പറയുന്നതാണ് സാധാരണ ഒരു ഡേറ്റയിൽ നിങ്ങൾക്ക് വരുമ്പോൾ മീഡിയൻ എന്നുള്ളത്. നൗ സപ്പോസ് ദ ഡേറ്റ സെറ്റ് ഇസ് ഈവൻ. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് ഓഫ് ദ 2 മിഡ് വാല്യൂസ്. നടുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതിയതിന് ശേഷം നടുക്ക് വരുന്ന 2 വാല്യൂസിന്റെ ആവറേജ് ആണ് മീഡിയൻ എന്ന് പറയുന്നത്. സപ്പോസ് ഇറ്റ് ഇസ് ഈവൻ. ഓഡ് ആണെങ്കിൽ n + 1/2th വാല്യൂ. ക്ലിയർ? ദിസ് ഇസ് മീഡിയൻ. ഓക്കെ.
Now, median itself നമുക്ക് വേറൊരു ഞാൻ പറഞ്ഞു നമുക്ക് എപ്പോഴും രണ്ട് തരമുണ്ട്, ഇൻഡിവിജ്വൽ സീരീസും ഉണ്ട്, എന്താണ് ഫ്രീക്വൻസി ടേബിൾ ആയിട്ട് ഫ്രീക്വൻസിയോട് കൂടി വരുമ്പോഴും നമുക്കുണ്ട്. അപ്പൊ അത് രണ്ടും നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, മീഡിയൻ സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് ഇൻ എ ഫ്രീക്വൻസി മോഡ്, ഇതുപോലെ നമുക്ക് ക്ലാസ് ഇന്റർവെല്ലും ഫ്രീക്വൻസിയും വെച്ചിട്ടാണ് വരുന്നെങ്കിൽ വാട്ട് ഇസ് ദ ഫോർമുല ഓഫ് മീഡിയൻ? മീഡിയൻ ഈക്വൽ ടു L1 plus n by 2 minus c into f divided by f. f അതിന് മാത്രമേ ഉള്ളൂ, L1 ലേക്ക് ഇല്ല, ശ്രദ്ധിക്കുക. divided by f into c. I repeat, L1 plus n by 2 minus cf, c into f divided by f into c, where L1 is the lower limit. Hello? Yes, ma'am. Where L1 is the lower limit of the median class, C into F is the cumulative frequency of the class just preceding the median class, and F is the frequency of the median class, and C is the class interval of the median class. ഒരു പ്രോബ്ലം കാണിച്ച് ഞാനത് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആണ്. ഇപ്പൊ ഈ ഒരു തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ നോക്കുക, ഫ്രീക്വൻസി നമ്മൾ മീഡിയൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫ്രീക്വൻസി ഒക്കെ തന്നിട്ടുണ്ട്. ഫ്രീക്വൻസിയുടെ ടോട്ടൽ എടുക്കുക, അതിനെയാണ് എന്തെന്ന് പറയണത്? ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറയണത്. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞു വെക്കുന്നത് നമ്മൾ ഇതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കൂടെ എടുക്കണം. ഫ്രീക്വൻസി തന്നിട്ടുള്ളത് കൊണ്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുന്നത് എങ്ങനെയാ? വാല്യൂസ് ആഡ് ചെയ്ത് മുന്നോട്ട് പോവാം. അതായത് 8 ആദ്യത്തെ വാല്യൂ, അത് കഴിഞ്ഞ് 8 plus 12 20, 20 plus 20 40, 40 plus 23 63, 63 plus 18 81, 81 plus 7 88, and finally 88 plus 2 equal to 90. ഇവിടെ നിങ്ങൾക്ക് ആ n എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് കിട്ടണം. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തു. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താ ആദ്യത്തെ സ്റ്റെപ്പ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മീഡിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സൈസ് ഓഫ് n by 2th item, capital N by 2th item. Capital N എന്ന് പറഞ്ഞാൽ എന്താ? 90 ആണ്. So 90 by 2 എന്ന് പറഞ്ഞാൽ എന്താ? 90 by 2 എത്രയാ? 45. 45th item ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? മീഡിയൻ ആയിട്ട് വരുന്നതെന്നാണ്, സോറി, മീഡിയൻ ക്ലാസ്സിലേക്ക് വരുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. ഈ 45th item ഈ തന്നിരിക്കുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാ കിടക്കുന്നത്? 63 വരെ ഉള്ള വാല്യൂസ് ഏത് ക്ലാസ്സിൽ വരുന്നുണ്ട്? 30 to 40 വരുന്നുണ്ട്. മനസ്സിലായോ? 45th ഐറ്റം എന്ന് പറയണത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെ വരുന്നു എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ 63 വരെ ഉള്ളത് നമുക്ക് ഇവിടെയാ വരുന്നത്. 40th ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ക്ലാസ്സിൽ വരുവോ? 45 എന്നുള്ളത് വരുവോ? ഇല്ല, കാരണം അവിടെ 40 വരെ ഉള്ളൂ. 40 കൂടുതലുള്ളതെല്ലാം വരുന്നത് 40 കൂടുതലും 63 വരെ ഉള്ളതും വരുന്നത് എവിടെയാ? 30 to 40 ക്ലാസ്സിലാണ്. അതുകൊണ്ടാണ് അവിടെ ആരോ മാർക്ക് ഇട്ട് n by 2 എന്ന് എഴുതിയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മീഡിയൻ ക്ലാസ് കിട്ടി. ശരിയല്ലേ? നമ്മുടെ 45th ഐറ്റം കിടക്കുന്നത് എവിടെയാണ്? 30 to 40 എന്നുള്ള ക്ലാസ്സിലാണ് നമുക്ക് മനസ്സിലായി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, 30 to 40 എന്നുള്ള ക്ലാസ്സിലാന്നുള്ളത് മനസ്സിലായി. സോ 30 to 40 is the median class. Is it clear? 30 to n by 2th item ഏത് ക്ലാസ്സിലാണോ കിടക്കുന്നത് ആ ക്ലാസ്സിനെ നമ്മൾ എന്തെന്ന് പറയും? ഇറ്റ് ഇസ് കോൾഡ് ആസ് ദ മീഡിയൻ ക്ലാസ്. ഇനി നമ്മുടെ ഫോർമുല എഴുതാം. മീഡിയൻ ഈക്വൽ ടു L1 plus n by 2 minus c into f divided by f into c. ഓക്കെ, L1 എന്ന് പറഞ്ഞാൽ എന്താ? ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ് എന്നാ പറഞ്ഞത്. മീഡിയൻ ക്ലാസ് 30 to 40. ലോവർ ലിമിറ്റ് എത്രയാ? 30. n by 2 എത്രയാ? 45. c into f എത്രയാ? c എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഇന്റർവെൽ, ആ വിഡ്ത് എത്രയാണ്? സോ 10. c into f ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പ്രിസീഡിംഗ് ആ 63 യുടെ മുകളിലുള്ളത്. അതെ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദി ക്ലാസ് ജസ്റ്റ് പ്രിസീഡിംഗ് ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് നമുക്ക് 30 to 40 ആണ് 63യുടെ ഇവിടെ വരുന്നത്. അതിന്റെ തൊട്ടു മുന്നത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി CF എന്ന് പറയുന്നത്. അപ്പൊ ദാറ്റ് ഇസ് 40. സോ CF-ന്റെ അവിടെ 40. ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ടു ദ മീഡിയൻ ക്ലാസ് 30 to 40 മീഡിയൻ ക്ലാസ് ആണ്. അതിന്റെ ഫ്രീക്വൻസി എത്രയാ വരുന്നത്? 23 വരുന്നു. ആൻഡ് C is the
ക്ലാസ് ഇന്റർവെൽ എന്ന് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ദി ക്ലാസ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? വാല്യൂസ് എടുത്തിരിക്കുന്നത് cumulative frequency of the class just preceding the median class. 63 വരുന്നത് 30 to 40 അവിടെയാണ്. അതിന്റെ തൊട്ട് മുന്നേ ഉള്ളത് അതായത് 40 ആണ് അപ്പൊ വരുന്നത്. അതാണ് just preceding the median class എന്ന് പറയുന്നത്. വാല്യൂസ് ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? L1 ലോവർ ലിമിറ്റ് ആണ്, n/2 നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. CF എന്ന് വെച്ചാൽ cumulative frequency of the class just preceding the median class. F എന്ന് പറഞ്ഞത് ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ് ആൻഡ് C is the ക്ലാസ് ഇന്റർവെൽ അല്ലെങ്കിൽ ആ വിഡ്ത്ത് എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ വിഡ്ത്ത് എത്രയാണോ അതെന്ന് പറയണം. ബാക്കി ഫോർമുലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദിസ് വാല്യൂ 30 പ്ലസ് 45 മൈനസ് 40 ഡിവൈഡഡ് ബൈ 23 ഇൻറ്റു 10. ഇത് മാത്രം ആദ്യം ചെയ്യുക, എന്നിട്ട് ഇൻറ്റു 10 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.7 എന്നുള്ള വാല്യൂയിലേക്ക് വരും ആൻഡ് പ്ലസ് 30. ക്ലിയർ? ഇതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ. മാനുവൽ കാൽക്കുലേഷൻ ഒന്നും തന്നെ നമുക്കില്ല. മിസ് ആ 45ന്റെ കേസ് ഒന്നുകൂടി പറയോ? n/2 45 ഇതാണോ? ഇതാണോ? ആരെന്നോട്? വിവേക്. ഈ n/2 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ മീഡിയൻ വാല്യൂ ശരിക്കും പറഞ്ഞാൽ ഇത് ഏതോ ഒരു ക്ലാസ്സിലാണ് കിടക്കുന്നത്. മനസ്സിലായോ? അതായത് ഒന്നെങ്കിൽ 0 to 10 10 to 20 20 to 30. മനസ്സിലായി? ഏതോ ഒരു മിഡ് ക്ലാസ്സിൽ ഇത് ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ അത് എത്രയാണെന്ന് നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ പോണത്. അപ്പൊ n/2th ഐറ്റം എന്നുള്ളതാണ് നമ്മൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ വേണ്ടി എടുക്കുന്നത്. ക്യാപിറ്റൽ n/2 അതായത് 90/2 എന്നുള്ള 45th ഐറ്റം. അത് തന്നെ 45th ഐറ്റം എന്നാണ് അവിടെ വരുന്നത്. ഇപ്പൊ 45th ഐറ്റം കിടക്കണത് നമ്മൾ ഈ ക്യുമുലേറ്റിന്റെ അർത്ഥം എന്താ വിവേക്? ഈ ക്യുമുലേറ്റ് അതെ ആഡ് ചെയ്തു. ബട്ട് വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇപ്പൊ ഈ 20 എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അല്ലെങ്കിൽ 40 63 എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ആഡ് ചെയ്ത് വന്ന് അതായത് 63 വരെ ഉള്ളത് ഏത് ക്ലാസ്സിലാ കിടക്കണത്? 30 to 40 വരെയാ കിടക്കണത്. മനസ്സിലായി? 81 വരെ ഉള്ള നമ്പേഴ്സ് എവിടെയാ കിടക്കണത്? 40 to 50 കിടക്കണത്. 88 വരെ ഉള്ളത് 50 to 60. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ 45th ഐറ്റം കിടക്കുന്നത് നമുക്ക് ഈ 63 ഈ ക്ലാസ്സിൽ വരുമോ? 40th വരെ ഉള്ളതിനകത്ത് വരുമോ? ഇല്ല. കാരണം 45 അതിൽ കൂടുതലാ. പിന്നെ 63 കുറവോ? മനസ്സിലായോ? അപ്പം ഈ ക്ലാസ് ആണ്, ഇതാണ് നമ്മുടെ ശരിക്കും എന്തെന്ന് പറയണത്? മീഡിയൻ ക്ലാസ് എന്ന് പറയണത്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയണത്. ഇനി ഈ 30 to 40 ഏതോ ഒരു ഫിഗർ ആണ് നമ്മുടെ എന്തെന്ന് പറയണത്? മീഡിയൻ എന്ന് പറയണത്. മീഡിയൻ വാല്യൂ എന്ന് പറയണത് 30 to 40. ശരിയാ? നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ മീഡിയൻ വാല്യൂ നോക്കിക്കേ, 32.17 ആണ്. ശരിയല്ലേ? ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 30 and 40. ദിസ് ഇസ് ഹൗ ദാറ്റ് പ്രൊസീജിയർ. ആദ്യം മീഡിയൻ ക്ലാസ് ഏതാന്ന് നമ്മൾ ഉറപ്പിക്കുക. മീഡിയൻ ക്ലാസ്സിൽ നിന്ന് ആ ക്ലാസ്സിലെ ഏത് വാല്യൂ ആണ് മീഡിയൻ വാല്യൂ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഈ n/2 എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ കൊണ്ടുവന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എനിബഡി എൽസ് ഹു ഹാസ് എ ഡൗട്ട്? എല്ലാവർക്കും ക്ലിയർ ആയോ? ഈ മെജോറിറ്റി ആളുകളും വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ അവിടെ ഉണ്ടെന്നാണോ അതോ ആർ യു ഓൾ ദേർ? നെക്സ്റ്റ് മോഡ്. മോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോർ നമ്പർ ഓഫ് ടൈംസ് എ പെർട്ടിക്കുലർ വാല്യൂ ഒക്കേഴ്സ് എന്നുള്ളതാണ് നമ്മളൊരു മോഡൽ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യൂഷ്വലി അതിന്റെ ആപ്ലിക്കേഷന്റെ ഒരു 2 ആപ്ലിക്കേഷൻ ഏരിയ ആണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പ്രിന്റിംഗിൽ മോസ്റ്റ് പോപ്പുലർ ബുക്സ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ മാനുഫാക്ചറിംഗിലാണെങ്കിലും മോസ്റ്റ് പോപ്പുലർ പ്രോഡക്ട്സ് ഏതാണ്, ഏതെങ്കിലും പ്രോഡക്റ്റ് ആണ്, അതൊക്കെ ആ പോപ്പുലാരിറ്റി വെച്ചുകൊണ്ട് അത് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെയാണ് യൂഷ്വലി നമ്മൾ ആപ്ലിക്കേഷൻ സൈഡിൽ മോഡ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. Can somebody tell me what is the model value of this data set? 48. Why 48? Adarsh? Yes. എന്തുകൊണ്ടാ ഇവര് 48 കേക്കാം. എന്തുകൊണ്ടാ? റിപ്പീറ്റ് ചെയ്തുകൊണ്ട്
അയ്യോ 2 പ്രാവശ്യം ഉള്ളോ? 3 പ്രാവശ്യം. എത്ര പ്രാവശ്യം ഉണ്ട്? ആദർശിന് കാണില്ല എന്റെ സ്ലൈഡ്. 3 പ്രാവശ്യം ഉണ്ട്. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അപ്പൊ 48 അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ മോഡൽ വാല്യൂ എന്തായിട്ട് പറഞ്ഞത് 48 എന്ന് പറഞ്ഞത്. സിൻസ് ഇറ്റ് ഓക്കേഴ്സ് മോസ്റ്റ് ഓഫൻ. നോട്ട് ചെയ്ത് വെക്കുക. 2-3 നോട്ട്സ് ഉണ്ട് ഇതിനകത്ത്. ഒന്ന്, ഇറ്റ് ഈസ് പോസിബിൾ ഫോർ എ സെറ്റ് ഓഫ് ഡേറ്റ വാല്യൂസ് ടു ഹാവ് മോർ ദാൻ 1 മോഡ്. ഒന്നിലധികം മോഡ് ചിലപ്പോൾ വരാം. 48 3 പ്രാവശ്യം വന്നതുപോലെ ചിലപ്പോൾ 57ഉം അതേ ഡേറ്റ സെറ്റ് 3 പ്രാവശ്യം വരാം. 2 മോഡൽ വാല്യൂ ഉണ്ടെന്ന് നമുക്ക് പറയാം. ദാറ്റ് ഇസ് 1. ദി അതർ തിങ് ഈസ്, അപ്പൊ അങ്ങനെ നമ്മളൊരു 2 എണ്ണമൊക്കെ വന്നു കഴിഞ്ഞ് നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ആസ് ബൈ മോഡൽ എന്ന് പറയും. ഇഫ് ദർ ആർ 2 ഡേറ്റ വാല്യൂസ് ദാറ്റ് occur most frequently, we say that the set of data values is ബൈ മോഡൽ. 2 മോഡൽ വാല്യൂ ഉള്ള ഡേറ്റ എന്നതിന് നമുക്ക് പറയാം. ഇനി ചിലപ്പം നമ്മൾ കൂടുന്ന കേസ് അല്ലേ പറഞ്ഞത്, ചിലപ്പോൾ നമുക്കൊരു മോഡൽ വാല്യൂ കിട്ടിയില്ലെന്നും വരാം. അതായത് ഫ്രീക്വൻസി കൂടിയ തവണ എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വാല്യൂസിലേക്ക് നമുക്ക് വരാം. Then we say that the data values does not have a mode. There is no mode എന്നുള്ളതും നമുക്ക് പറയാം. Is it clear? ക്ലിയർ ആയോ? യെസ് മാം. അതായത് മോഡ് ചിലപ്പോൾ ഒരെണ്ണം വരാം, ഒന്നിലധികം 2 മോഡൽ വാല്യൂ വന്നാൽ അതിന് ബൈ മോഡൽ എന്ന് പറയാം. ചിലപ്പോൾ നമുക്ക് മോഡൽ വാല്യൂ കിട്ടിയില്ലെന്നും വരാം. ഓക്കെ. മോഡ് വേറൊരു രീതിയിൽ ഇറ്റ് ഇസ് ബീങ് കണക്റ്റഡ് വിത്ത് മീഡിയൻ ആൻഡ് മീൻ ഇൻ ദിസ് വേ. 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നും പറയാം. 3 മീഡിയൻ മൈനസ് 2 മീൻ. മോഡ് ഈക്വൽ ടു 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 ഇൻറ്റു മീൻ എന്ന് പറയാം. 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 ഇൻറ്റു മീൻ എന്നും പറയാം. നെക്സ്റ്റ് ഇസ് ജോമെട്രിക് മീൻ. ഐ തിങ്ക് ദ ടൈം ഇസ് അപ്പ്. മീൻ മീഡിയൻ മോഡ് ക്ലിയർ ആയോ? ഞാൻ ഫ്രീക്വൻസി ഇൻഡിവിജ്വൽ സീരീസിന്റെ പറഞ്ഞു, കണ്ടിന്യൂസ് സീരീസിന്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ ഓൾ? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ സ്ലൈഡ് അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എക്സാമ്പിൾസ് വരണ്ട്. അപ്പൊ ആ എക്സാമ്പിൾ വെച്ചിട്ട് 1-2 പ്രാവശ്യം നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. വർക്ക്ഷീറ്റ് തരുന്നുണ്ട് അതർ ദാൻ ദാറ്റ് ഞാൻ പറഞ്ഞത്. എന്നിട്ടും ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ ഇൻഡിവിജ്വലി. എന്നെ വിളിക്കാം. അത് ഇൻഡിവിജ്വലി ഞാൻ പറഞ്ഞു തന്നോളാം, ക്ലാസ് എടുത്ത് തന്നോളാം, പേടിക്കണ്ട. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. ഡൺ? ക്ലിയർ ആയോ? എന്ത് പറ്റി? തലേന്റെ മേലിപ്പിടിയായിരുന്നു ഇന്ന് പോയത് ഞാൻ. അതോ പുകയായോ? തീ കത്തിയില്ല? അക്കൗണ്ട്സ് കഴിഞ്ഞിട്ട് ക്യൂറ്റിക്ക് ഇരുന്നത് കൊണ്ടാണോ കുഴപ്പം? ആണോ ഡോണ? ഡോണ ജോയ്? അല്ല അല്ല അല്ല. അക്കൗണ്ട്സ് കഴിഞ്ഞ് ക്യൂറ്റിക്ക് ഇരുന്നല്ലേ? നാക്ക് കള്ളം പറയില്ലെന്നാ. കണ്ടോ? വാട്ട് ഈസ് യുവർ ഫസ്റ്റ് റെസ്പോൺസ്? ദാറ്റ് ഈസ് യുവർ ട്രൂ റെസ്പോൺസ്. അല്ല, മിസ് എന്നെ വിളിച്ചപ്പോ യെസ് എന്ന് പറഞ്ഞാണ്, അല്ലാണ്ട് അതല്ല. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഡാ. എല്ലാവർക്കും ഉച്ചയായില്ലേ? വിശന്ന് തുടങ്ങിയില്ലേ? വയറ് കത്തി തുടങ്ങിയില്ലേ? ഇല്ല? ബ്രഞ്ച് ആയിരുന്നു എല്ലാരും കഴിച്ചത്. Did you all have brunch? What is a brunch? ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് രണ്ടല്ലാത്തൊരു അവസ്ഥയെ നമ്മൾ കഴിക്കുന്നത്. രണ്ടിന്റെയും കൂടെ ഇടയ്ക്ക് വരുന്നു ബ്രഞ്ച്. വർക്കിംഗ് പ്രൊഫഷണൽസ് മിക്കപ്പോഴും കഴിക്കാറുള്ള സാധനം ബ്രഞ്ച് ആയിരിക്കും. നൈദർ ബ്രേക്ക്ഫാസ്റ്റ് നോർ ലഞ്ച് എന്നുള്ളത്. അതാണോ എല്ലാരും കഴിച്ചത്? അല്ല, ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിച്ചായിരുന്നു. ഇനി ഉച്ചക്കത്തെ കഴിക്കാൻ പോവാ. എന്റെ കർത്താവ്, എന്തൊരു ശോകം പിടിച്ച ക്ലാസ്. നിങ്ങൾ എങ്ങനെ ഞാൻ നേരിട്ട് ക്ലാസ് എടുക്കുമെന്ന് ആലോചിക്കണം. Okay, done. Bye. See you in the next class.